വാങ്ങി 3 രൂപയ്ക്ക് 4 നാരങ്ങ വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക ചോദിച്ചത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ആദ്യം നമ്മൾ എണ്ണം എഴുതുക, പിന്നെ പൈസ എഴുതുക, എത്ര രൂപയാണ് കൊടുത്തതെന്ന് എഴുതുക. എത്ര 1 രൂപയ്ക്ക് 2 എണ്ണമാണ് വാങ്ങിയത്, അപ്പൊ 2 എണ്ണത്തിന് 1 രൂപ കൊടുത്തു. 3 രൂപയ്ക്ക് 4 നാരങ്ങയാണ് വാങ്ങിയത്, 4 എണ്ണത്തിനാണ് 3 രൂപ കൊടുത്തത്. ഇതിനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 2 ഇൻറ്റു 3 മൈനസ് 1 ഇൻറ്റു 4 ഹോൾ ഡിവൈഡഡ് ബൈ എന്താ വരിക, ഈ 1 ഇൻറ്റു 4 തന്നെ എഴുതാം. 1 ഇൻറ്റു 4 4ആണ്. 2 ഇൻറ്റു 3 6 മൈനസ് 4 ബൈ 4 എന്താ വരിക, 6 മൈനസ് 4 2 ബൈ 4. ഇതിനെ ശതമാനത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്യാം. അപ്പം ഞാൻ വരും 2 100 ബൈ 2 50%. 50%